നമസ്കാരം. ആയുർജ്യോതി എന്ന നമ്മുടെ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ രാജലക്ഷ്മി എം.ആർ. ഇന്ന് ഞാനിവിടെ പറയുന്ന നക്ഷത്രം പൂയ നക്ഷത്രമാണ്. നക്ഷത്രത്തിൻ്റെ ഗുണദോഷപരമായ കാര്യങ്ങളും അതിൻ്റെ പരിഹാരങ്ങളുമാണ് ഞാൻ സംസാരിക്കുന്നത്. പൂയ നക്ഷത്രത്തിൻ്റെ നക്ഷത്ര ദേവത എന്ന് പറഞ്ഞാൽ ബൃഹസ്പതിയാണ്, അല്ലെങ്കിൽ ഗുരു, അതും അല്ലെങ്കിൽ വ്യാഴം. ഇങ്ങനെ 3 പേരുകളിലാണ് അറിയപ്പെടുന്നത്. പിന്നെ നക്ഷത്രനാഥൻ എന്ന് പറഞ്ഞാൽ ശനിയാണ്. ശനിദശയിലാണ് പൂയ നക്ഷത്രക്കാർ ജനിക്കുന്നത്. ആദ്യം ശനിദശയിൽ അവർ ജനിക്കുന്നു, അതിനുശേഷം ബുധദശയാണ്, അതിനുശേഷം ആദിത്യൻ, അതിനുശേഷം കേതുർദശ. ഇങ്ങനെ ദശാകാലം പോകുന്നു. അപ്പോൾ ആ നക്ഷത്രത്തെ പറ്റി പറയാൻ ശനി നക്ഷത്രനാഥനാണെന്ന് പറഞ്ഞുവല്ലോ. പിന്നെ ബൃഹസ്പതി, അതായത് വ്യാഴം. വ്യാഴം എന്ന് പറഞ്ഞാൽ ഗ്രഹങ്ങളിലേക്ക് ഏറ്റവും വലുപ്പം കൂടിയ ഗ്രഹമാണ് വ്യാഴം. അത് തന്നെയുമല്ല, വ്യാഴത്തിൻ്റെ അനുഗ്രഹം ഉണ്ടെങ്കിൽ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ നേടിയെടുക്കാൻ പറ്റും. നക്ഷത്ര ജാതകങ്ങൾ നമ്മൾ ഗണിക്കുമ്പോൾ വ്യാഴത്തിൻ്റെ സ്വാധീനം നമ്മുടെ ജീവിതത്തിലും നമ്മുടെ ആ നക്ഷത്രത്തിന് അനുകൂലമായ ഭാവമാണ് വരാറുള്ളത്. അതേസമയം നമുക്ക് നക്ഷത്രപരമായിട്ടൊരു ചീത്ത സമയമാണെങ്കിൽ ദൈവങ്ങളുടെ അനുഗ്രഹം നമ്മളിൽ കുറയുന്നതായും കാണാം. എന്നാൽ നമുക്ക് നല്ല സമയമാണെങ്കിൽ ദൈവങ്ങളുടെ അനുഗ്രഹം നമുക്ക് സാധാരണയിലും കൂടുതലായിട്ട് അനുഭവയോഗ്യമാകുന്നതും കാണാം. അതുകൊണ്ടാണ് നമുക്ക് എന്തെങ്കിലും ഒരു അപകട സാധ്യതയൊക്കെ ഉണ്ടാകുമ്പോൾ നമുക്കത് അനുഭവിക്കേണ്ട യോഗം വരുന്നത്. കാരണം ചീത്ത സമയം നമുക്കെങ്കിൽ ദൈവങ്ങളുടെ അംശം നമ്മളിലേക്കുള്ള അനുഗ്രഹങ്ങൾ കുറഞ്ഞിരിക്കുന്ന സമയമാണ്. അതുകൊണ്ടാണ് നമ്മൾ ഈ നക്ഷത്രപരമായിട്ട് നമുക്ക് ചീത്ത സമയമാണ് അനുഭവയോഗ്യമെങ്കിൽ നമ്മൾ കൂടുതലായിട്ട് ഈശ്വരഭജനം ചെയ്യണം, അല്ലെങ്കിൽ അതിനുള്ള പ്രതിവിധികൾ കാണണം, അതിനുള്ള ജ്യോതിഷന്മാരെ കണ്ടോ അല്ലെങ്കിൽ അതിനുള്ള പരിഹാരങ്ങൾ ദേവാലയ ദർശനം നടത്തുവോ, അങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്ത് നമ്മൾ പരിഹാരം നമ്മൾ നേടുന്ന ഈ ഒരു കാരണത്താലാണ്. അങ്ങനെ പരിഹാരം നേടിയാലേ പറ്റൂ. കാരണം നമുക്ക് മുന്നേറിയല്ലേ പറ്റൂ, നമ്മുടെ അവസ്ഥകളെ മറികടന്നല്ലേ പറ്റൂ. അപ്പോൾ നമ്മൾ അതിനുള്ള കാര്യങ്ങൾ നമ്മൾ ചെയ്യുന്നത്. മറ്റൊരു കാര്യം പറഞ്ഞാൽ ഇവർ ഗുണദോഷ സമ്മിശ്രമായ ഒരു കാലഘട്ടവും തന്നെ പറയാം. പൂർണ്ണമായും നല്ലതെന്നോ പൂർണ്ണമായി ഇവർക്ക് ചീത്തയെന്നോ നമുക്ക് നക്ഷത്രത്തിൻ്റെ പൊതു സ്വഭാവം വെച്ച് പറയുമ്പോൾ പൂയ നക്ഷത്രത്തെ പറ്റി പറയാൻ കഴിയില്ല. കയറി ഇറങ്ങിയും ഒരു തിരമാലകൾ അടിക്കുന്ന പോലെ ഉയർന്നതാണ് പോകുന്ന ഒരു അനുഭവമാണ് ഇവർക്കുണ്ടാവുന്നത്. ഇവർക്ക് ബാല്യകാലത്തെങ്കിലും അരിഷ്ടം ഉണ്ടാവാം, കുടുംബത്തിൽ അസ്വാരസ്യങ്ങൾ ഉണ്ടാകാം, മാതാപിതാക്കൾ തമ്മിൽ കലഹങ്ങൾ ഉണ്ടാകുന്ന അനുഭവം ഇവർക്കുണ്ടാകാം. ബാല്യം വളരെ ഒരു നിരാശപൂർണ്ണമായിട്ടാണ് കണ്ടുവരാറുള്ളത്. അതോടൊപ്പം മുന്നോട്ട് പോകും തോറും മാറ്റങ്ങൾ വരാനും ചാൻസ് ഉണ്ട്. പിന്നെ മറ്റൊരു കാര്യം പറഞ്ഞാൽ ഇവർ നല്ലത് ചെയ്യണമെന്ന് തന്നെ പ്രവർത്തിക്കാൻ ആഗ്രഹിക്കുന്നവരാണ്, വിശുദ്ധി ഉള്ളവരാണ്, സൗന്ദര്യം കാത്തു സൂക്ഷിക്കുന്നവരാണ്, എപ്പോഴും സുന്ദരികളും സുന്ദരന്മാരായിട്ടിരിക്കാൻ ഇഷ്ടപ്പെടുന്നവരാണ്, സൗന്ദര്യം അനുഗ്രഹിച്ചവരുമാണ്. അങ്ങനെ ഒരു നല്ല രൂപഭംഗിയായിരുന്ന ശരീരമൊക്കെ ഉള്ളവരാണ്. പക്ഷെങ്കിൽ ഇവർ നല്ല ഊഷ്മളമായിട്ട് പെരുമാറണമെന്നാണ് ഇവർ ചിന്തിക്കുന്നത്. പക്ഷേ ഇവർ പുറമേ സംസാരിച്ച് വരുമ്പോൾ പരുക്കനായി പോകും. അത് ഈ ശനിയുടെ ഒരു അപഹാരം ഇവർക്ക് ഉള്ളതുകൊണ്ടാണ് അങ്ങനെ സംഭവിക്കുന്നത്. ഊഷ്മളമായി സംസാരിക്കാനും പെരുമാറാനും ഇവർക്ക് നന്നായി അറിയാം, പക്ഷേ നേരെ ഓപ്പോസിറ്റ് ആയിരിക്കും വരുന്നത്. കാരണം മസൃണമായിട്ട് സംസാരിക്കാൻ ഇവർക്ക് പറ്റില്ല. അവരെ മനസ്സിൽ ആഗ്രഹിക്കുന്ന അങ്ങനെ ആയിരിക്കും, പക്ഷെ വാക്കുകൾ പുറത്തേക്ക് വരുമ്പോൾ അത് പരുക്കം മട്ടായിട്ട് വരും. അപ്പം ഒരു പക്ഷേ നമ്മൾ വിചാരിക്കും ഇവർക്കൊരു നന്ദി സ്നേഹം ഇല്ലാത്തവരെന്താ ഇങ്ങനെ മൃദു സമീപനം ഇല്ലാത്തൊരു മനുഷ്യരെന്ന് നമ്മൾ വീട്ടിലുള്ള മറ്റംഗങ്ങൾ ഇവരെ പറ്റി കരുതും. പക്ഷേ ഇവരുടെ ഹൃദയത്തിൽ അവർ ഊഷ്മളത ഉള്ളവരുമാണ്, ഊഷ്മളത കാത്തു സൂക്ഷിക്കുന്നവരുമാണ്. പക്ഷേ ഈ ശനിയുടെ ഞാൻ പറഞ്ഞല്ലോ, ഇവർക്ക് ആ ശനി എപ്പോഴും ഇവരെ സ്വാധീനിക്കും. ശനി ഒരു ആൺഗ്രഹം പെൺഗ്രഹം അല്ല, വ്യക്തിത്വമില്ലായ്മ, ഒരു ആണിൻ്റെ സ്വഭാവം അല്ലെ പെണ്ണിൻ്റെ സ്വഭാവം അല്ലെ ഒരു സ്വഭാവം ഇവർ കാണിക്കും, ഇവരിൽ പ്രകടമാവും. ഒരു സ്ത്രൈണഭാവം വരത്തില്ല, ഒരു പൗരുഷഭാവം വരത്തില്ല, നന്ദിയില്ലാത്തൊരു വർത്താനം പോലെ നമുക്കത് ഫീൽ ചെയ്യും. പക്ഷേ ഇവരെ ഹൃദയത്തിൽ ഊഷ്മളത സൂക്ഷിക്കുന്നവരാണ്, എല്ലാവർക്കും നന്മ വരണമെന്നൊക്കെ ആഗ്രഹിക്കുന്നവരാണ്. പക്ഷെ പെരുമാറ്റത്തിൽ അല്പം പരുക്കൻ മട്ട് തന്നെ പുലർത്തുന്നവരാണ് പൂയ നക്ഷത്രക്കാർ. പിന്നെ വീറും വൃത്തിയും ശുദ്ധവൃത്തി വെടിപ്പ് ഇതെല്ലാം ഉള്ളവർ തന്നെയാണ്. അടുക്കും ചിട്ടയായിട്ട് കാര്യങ്ങൾ ചെയ്യാനും ശുദ്ധവൃത്തിയൊക്കെ നല്ലതായിട്ട് പാലിക്കുന്നവരാണ്. ശരീരം കാത്തു സൂക്ഷിക്കുക. പിന്നെ എപ്പോഴും കുളിച്ച് ഒരുങ്ങി വൃത്തിയായിട്ടിരിക്കാൻ ഇഷ്ടപ്പെടുന്നവരാണ്. എപ്പോഴും കുളിച്ച് അവർ സ്വയമായിട്ട് തന്നെ ഒരുങ്ങി കുളിച്ച് വീറും വൃത്തിയായിട്ടൊക്കെ ഇരിക്കാൻ ഇഷ്ടപ്പെടുന്ന ആൾക്കാരുമാണ്. അവരിയ്ക്കുന്ന പ്രദേശവും വൃത്തിയായിട്ടേ അവർ സൂക്ഷിക്കൂ. ഭവനമാവട്ടെ, ഓഫീസാവട്ടെ, അവർ ചെയ്യുന്ന പ്രവൃത്തി ആവട്ടെ, അതൊക്കെ ഒരു നീറ്റായിട്ടും അടുക്കും ചിട്ടായിട്ട് ചെയ്യാനും ഇഷ്ടപ്പെടുന്നവരാണ്. പിന്നെ മറ്റൊരു സ്വഭാവം ഇവരിൽ പറഞ്ഞാൽ കുറച്ച് അലസരാണ് ഇവർ. എല്ലാം ഒരു പതുക്കെ കുറച്ച് എന്തൊരു ജോലി ഏൽപ്പിച്ചാലും കുറച്ച് ചെയ്തു, പിന്നൊന്ന് വിശ്രമിച്ചു, എന്നിട്ട് ബാക്കി ചെയ്തു, പിന്നെ ഒന്ന് വിശ്രമിച്ചു, എന്നിട്ട് ബാക്കി ചെയ്യാൻ ഇഷ്ടപ്പെടുന്നവരായിരിക്കും. ഒറ്റയടിക്ക് അങ്ങ് ചെയ്യില്ല പെട്ടെന്ന്. പക്ഷേ മറ്റൊരു കാര്യമുണ്ട്, നമ്മളൊരു ജോലി ഇവരെ ഏൽപ്പിച്ചിട്ടത് ഇതൊന്ന് ചെയ്ത് തീർക്കൂ, അല്ലെങ്കിൽ ഇതുപോലൊന്ന് ചെയ്യാൻ പറഞ്ഞാൽ നല്ല സ്പീഡിൽ തന്നെ പെട്ടെന്ന് ചെയ്ത് തീർക്കും.
അങ്ങനെ ഒരു സ്വഭാവം ഇവരിൽ കാണപ്പെടാം. കാരണം ഈ നക്ഷത്രത്തിൻ്റെ ഒരു അധിപനായ കൂറെന്ന് പറഞ്ഞാൽ ചന്ദ്രനാണ്. ചന്ദ്രൻ എന്ന് പറഞ്ഞാൽ അറിയാമല്ലോ, സൂര്യൻ അസ്തമിച്ച് കഴിഞ്ഞാൽ അത്രയും നേരം കൊണ്ട് പിറ്റേ ദിവസം രാവിലെ വന്ന് ഒറ്റ ഭ്രമണം ഭൂമിക്ക് ഭ്രമണം പൂർത്തിയാക്കുന്ന ആളാണ്. പെട്ടെന്ന് കാര്യങ്ങൾ. അപ്പോൾ ആ ഒരു നക്ഷത്രത്തിൻ്റെ കുൻ്റെ അധിപൻ ചന്ദ്രനാകയാൽ ഇവരങ്ങനെ കാര്യങ്ങൾ ചെയ്തു തീർക്കാൻ ഇവർക്ക് മിടുക്കുള്ളവർ തന്നെയാണ്. പിന്നെ മറ്റൊരു കാര്യം ഇവർ എടുത്തു പറയത്തക്ക എന്ന് പറഞ്ഞാൽ, ആർക്കും നന്മ ചെയ്യും, പക്ഷേ മിക്കവാറും ഇവരിലേക്ക് തിരിച്ച് ഇവർക്ക് കിട്ടുന്ന പ്രതിഫലം തിന്മ തന്നെയായിരിക്കും. തിന്മ മിക്കവാറും ഒരു 70-80% പേരിലും അങ്ങനെ കണ്ടുവരാറുണ്ട്. ഈ പൂയ നക്ഷത്രത്തിന്റെ സ്വരൂപം എന്ന് പറഞ്ഞാൽ വാൽക്കണ്ണാടിയുടെ ആകൃതിയിലാണ് ഈ നക്ഷത്ര സമൂഹം കാണപ്പെടുന്നത്. മറ്റൊരു കാര്യം പറഞ്ഞാൽ, ഞാൻ പറഞ്ഞല്ലോ, ഇവരുടെ സന്താനങ്ങളെ കൊണ്ട് എപ്പോഴും ഇവർക്ക് നല്ലതും വരാം. പക്ഷേ ചില സമയങ്ങളിൽ സന്താനങ്ങളെ കൊണ്ട് ഒരു മനോവ്യഥ ഉണ്ടാകാനുള്ള സാഹചര്യം ഉണ്ടാകുന്നതായിട്ട് കാണപ്പെടാറുണ്ട് ഈ പൂയ നക്ഷത്രക്കാർക്ക്. പിന്നെ മറ്റൊരു കാര്യം പറഞ്ഞാൽ, ഇവരുടെ ദാമ്പത്യ ജീവിതം അത്ര സുഖകരമായിരിക്കില്ല. എന്നാൽ ഒത്തിരി ദുരിതങ്ങളും വരത്തില്ല. പക്ഷേ എന്നാലും ഒരു അസ്വാരസ്യങ്ങളൊക്കെ ആരംഭകാലത്ത് ഉണ്ടാകുന്നതായിട്ട് കാണപ്പെടാറുണ്ട്. പിന്നെ ഭർത്താവ് ഒരു ഊഷ്മളത കുറച്ച് ഹൃദയത്തിൽ ഒരു ശകലം പരിക്കനായിട്ടൊക്കെ പെരുമാറുന്ന ആളുമായിരിക്കും. പക്ഷേ അതുകൊണ്ട് ഇവരൊന്നാമത് ഒരു സെൻസിറ്റീവായ ആൾക്കാരാണ്. മനസ്സിന് വളരെ നേർത്ത മനസ്സുള്ളവരാണ്. വളരെ കഠിന ഹൃദയരൊന്നുമല്ല. പക്ഷേ അതുകൊണ്ട് ഇവർ പെട്ടെന്ന് മനപ്രയാസത്തിന് അടിമകളാകും. അപ്പോൾ ഈ ഭർത്താവ് എന്തെങ്കിലും ഒരു ദേഷ്യപ്പെട്ട് പറയുമോ അല്ലെങ്കിൽ ഒരു പരിക്കം മട്ട് കാണിച്ചാൽ പെട്ടെന്ന് ഇവരങ്ങ് ഡൗൺ ആകും, അല്ലെങ്കിൽ നെർവസ് ആകും. അങ്ങനെ പെട്ടെന്ന് കരയുന്ന ഒരു സ്വഭാവം ഇവരിൽ കാണാം. പിന്നെ ഭർത്താവിനെ എപ്പോഴും വളരെ സ്നേഹത്തോടെയും എപ്പോഴും ഒരു കരുതലോടെയൊക്കെ സംരക്ഷിക്കുന്ന ഒരു നക്ഷത്രമാണ് പൂയ നക്ഷത്രത്തിൽപ്പെട്ട സ്ത്രീകൾ. ഞാൻ പറഞ്ഞില്ല, കുടുംബം നല്ലതായിട്ട് ഊട്ടി ഉറപ്പിക്കാനും ഭർത്താവിനെയും മക്കളെയും നോക്കാനും ഒക്കെ നല്ല മിടുക്കുള്ളവരാണ്. ഭർത്താവിൻ്റെ കാര്യത്തിൽ ഭയങ്കര പൊസസീവ് ആയിരിക്കും, സ്വാർത്ഥത കൂടുതലായിരിക്കും. എൻ്റെ ഭർത്താവ്, എൻ്റെ കുടുംബം, അങ്ങനെയുള്ളൊരു സ്വാർത്ഥ മനോഭാവം കാണാം. മറ്റുള്ളവർ കൂടുതൽ സ്നേഹിക്കുന്നതൊക്കെ ഒരു ഈർഷ്യയായിട്ട് ഇവർക്ക് തോന്നാം. കാരണം സ്വാർത്ഥതയുണ്ട്, ഭയങ്കര സ്നേഹമായിരിക്കും, അതിരറ്റ സ്നേഹമായിരിക്കും കെട്ടിയവനോടും മക്കളോടും ഒക്കെ. അപ്പോൾ അതുകൊണ്ട് അതൊരു സ്വാർത്ഥതയെ ചിലപ്പോൾ നമുക്ക് തോന്നാം. മറ്റുള്ളവരെ കൂടുതൽ ഇവരായിട്ട് ഇടപെടുന്നതും കൂടുതൽ അടുക്കുന്നതൊക്കെ ഇവർക്കൊരു മനോവിഷമം ഉണ്ടാകുന്നതായിട്ട് കാണപ്പെടാറുണ്ട്. അത് സെൻസിറ്റീവായ ഹൃദയത്തിനുടമയാന്ന് ഞാൻ പറഞ്ഞല്ലോ. പിന്നെ സ്വഭാവം മാറിയും മറിഞ്ഞും വരും. ഒരു പരിക്കം മട്ടിൽ പെരുമാറും, പക്ഷെ അടുത്ത നിമിഷം തന്നെ ഒരു സോഫ്റ്റായിട്ട് മൃദു സമീപനവും നമുക്ക് കാണാവുന്നതാണ്. പെട്ടെന്ന് ദേഷ്യപ്പെടും, പെട്ടെന്ന് അല്ലെങ്കിൽ പറഞ്ഞാലും അടുത്ത നിമിഷം തന്നെ ഇവർ വളരെ എളിമയോടെ ആകുന്നതും കാണപ്പെടാറുണ്ട്. പിന്നെ ഗുരുക്കന്മാരെയൊക്കെ സംരക്ഷിക്കുന്നതും ഗുരുക്കന്മാരെ ബഹുമാനിക്കുന്നതിലും ഒക്കെ വളരെ അനുഗ്രഹിക്കപ്പെട്ട നക്ഷത്രമാണ്. കാരണം ഭാരതീയ സങ്കല്പത്തിൽ നമ്മുടെ ഗുരുക്കന്മാർക്ക് ഭയങ്കര സ്ഥാനമുണ്ടല്ലോ. നമ്മുടെ കേരളീയ സമൂഹത്തിൽ നമ്മൾ ഭാരതീയ സംസ്കാരത്തിൽ എപ്പോഴും ഗുരുവിന് ബഹുമാനിക്കുക, ഗുരുനിന്ദയൊന്നും വാങ്ങിക്കരുതെന്നൊക്കെ നമ്മൾ എപ്പോഴും നമ്മുടെ പൂർവികന്മാരും കാരണവന്മാരും നമ്മളെ പറഞ്ഞ് മനസ്സിലാക്കിയാണ് പഠിപ്പിച്ചിരിക്കുന്നത്. അത് മുഖാന്തരം നമ്മളെപ്പോഴും ഗുരുനിന്ദ വരാതിരിക്കാനും ഗുരുക്കന്മാരെ പൂജിക്കാനും ഒക്കെ നമ്മൾ ഒന്നാം സ്ഥാനത്ത് തന്നെയാണ് നമ്മൾ കാണുന്നത്. നമ്മുടെ ഭാരതീയരുടെ സംസ്കാരമാണത്. അപ്പോൾ അത് ഈ ഗുരുവിൻ്റെ അനുഗ്രഹമുള്ള നക്ഷത്രമാണെന്ന് ഞാൻ പറഞ്ഞുവല്ലോ ഈ പൂയ നക്ഷത്രം. അതുകൊണ്ട് മുതിർന്നവരെ ബഹുമാനിക്കുക, പ്രായം ചെന്നവരോട് സ്നേഹം ബഹുമാനങ്ങൾ കാണിക്കുക, ഗുരുതുല്യമായവരെ ബഹുമാനിക്കുക, ഇതൊക്കെ ഇവർ കാണുന്ന നന്മയായ ഗുണങ്ങളാണ്. എപ്പോഴും പ്രായം ചെന്നവരോട് എളിമയും സ്നേഹമൊക്കെ ഇവരിൽ നിലനിൽക്കുന്നത് കാണാം. മാതാവിനോട് കൂടുതൽ സ്നേഹം ഉള്ളതായിട്ട് കാണപ്പെടാറുണ്ട്. മാതാവിനോട്, അമ്മയോട്, അച്ഛനിലുപരി അമ്മയോടൊരു കൂടുതൽ സ്നേഹം കാണാറുണ്ട്. പിന്നെ ഇവർക്ക് എപ്പോഴും ഒരു റോൾ മോഡൽ കാണും. എപ്പോഴും ഇവരൊരാൾ റോൾ മോഡലിനെ നോക്കിയാണ് ഇവരുടെ ജീവിതം മുന്നോട്ട് പോകുന്നത്. ആ റോൾ മോഡലിൻ്റെ സ്വഭാവം എന്തൊക്കെയാണോ അത് ഇവരിലേക്ക് നിഴലിക്കുന്നത് കാണാം. ഇവരിഷ്ടപ്പെടുന്നൊരു വ്യക്തി, ആ വ്യക്തിത്വത്തെ ഇവരിഷ്ടപ്പെട്ടു പോയാൽ, അല്ലെ ആ സ്ത്രീ ആവട്ടെ പുരുഷനാവട്ടെ, ഇവർക്ക് എപ്പോഴും ഒരു റോൾ മോഡൽ കാണും. ആ വ്യക്തി എന്തൊക്കെ ചെയ്യുന്നു, ആ വ്യക്തി എങ്ങനെയാണ്, ആ വ്യക്തി എന്തൊക്കെയാണ് പറയുന്നത്, ഇതൊക്കെ ഇവരും പഠിച്ച് എക്സാമ്പിൾ എടുത്തിട്ട് പിന്നെ അതുപോലെ ഇവരുടെ ജീവിതത്തിൽ പകർത്തുന്നതായും കാണപ്പെടാറുണ്ട്. പിന്നെ കുടുംബത്തിലെ എല്ലാ അംഗങ്ങളോടും സ്നേഹമസൃണമായി പെരുമാറുന്നവരായിരിക്കും. കുടുംബത്തെ ഒത്തൊരുമിച്ച് കൊണ്ടുപോകാനും ഇഷ്ടപ്പെടുന്നവരായിരിക്കും. പക്ഷേ ഇടയ്ക്കിടയ്ക്ക് ഈ പരിക്കം സ്വഭാവം ഇവരിലേക്ക്, ഈ ശനിയുടെ അപഹാരം കൊണ്ട് പരിക്ക സ്വഭാവം ഇവരിലേക്ക് വരുന്നതുകൊണ്ട് ഇവരെ തന്നെ തിരിച്ചറിയാൻ ചിലപ്പം കഴിയാതെ വരുന്ന എന്താ ഞാനിങ്ങനെ ഇവർ തന്നെ ചിലപ്പോൾ ചിന്തിച്ച് വിഷമിക്കാറുന്ന സന്ദർഭങ്ങൾ ഉണ്ടാവാറുണ്ട്. പക്ഷേ എന്ത് ചെയ്യാം, നക്ഷത്രനാഥൻ ശനിയായിപ്പോയില്ല. അപ്പോൾ ശനിയുടെ സ്വഭാവം ഇവരിലേക്ക് വരും. പിന്നെ അതാണ് ഇവരെ പറയാനുള്ളത്. പിന്നെ ഞാൻ പറഞ്ഞല്ലോ, ഒരു 35 വയസ്സിന് ശേഷം, അല്ലെ ഒരു 51 വയസ്സിന് ശേഷം തീർച്ചയായിട്ടും ഇവർക്ക് ഉയർച്ച ഉണ്ടാകും. 35-38 വയസ്സിനോടുകൂടി ചെറിയ ചെറിയ മാറ്റങ്ങൾ ജീവിതത്തിൽ വരുന്നതായിട്ട് കാണാം. പിന്നെ ഇവർ കൂടുതൽ സ്വഭവനം വിട്ട് ജീവിക്കുന്നവരായിരിക്കും.
ഭവനം ഇല്ലാതെ ക്ലേശിക്കപ്പെടുന്നവരുമായിരിക്കും, സ്വന്തമായിട്ടൊരു ഭവനം ആകാതെയും ക്ലേശിക്കുന്നവരുമായിരിക്കും. മറ്റുള്ളവരുടെ ആശ്രിതരായിട്ട് കഴിയേണ്ട ചില സന്ദർഭങ്ങൾ ഇവരുടെ ജീവിതത്തിൽ വരാറുണ്ട്. പക്ഷേ എന്നാലും സ്റ്റേബിൾ ആകുകയും ചെയ്യും. നല്ല മക്കളെയാണ് ഇവർക്ക്, സൽസന്താനങ്ങളെ ലഭിക്കുന്നത് മൂലം ഇവർക്ക് മക്കളിലൂടെ, ഭർത്താവിലുപരി മക്കളിലൂടെയാണ് ഇവർ കൂടുതലും വിജയം കൊയ്യുന്നതായിട്ട് കണ്ടുവരാറുള്ളത് ഈ പൂയ നക്ഷത്രക്കാർ. അപ്പോൾ ഇവർക്ക് സ്വന്തം ഭവനം ഉണ്ടാകും, വീട്, വാഹനം, ആഭരണാദികളെല്ലാം ഉണ്ടാകും. മധ്യവയസ്കനോട് ചേർന്ന് തന്നെയാണ് ഇവരുടെ നല്ല കാലം എന്ന് പറയാം പൂയ നക്ഷത്രക്കാർ. ഇവർ ഏറ്റവും കൂടുതൽ ഭജിക്കേണ്ട ഭഗവാൻ എന്ന് പറഞ്ഞാൽ സുബ്രഹ്മണ്യനെയാണ്. ഓ സുബ്രഹ്മണ്യായ നമ, ഓം ബൃഹസ്പതിയെ നമ, ഓം ഗുരുവേ നമ, അങ്ങനെയുള്ള നാമം ഇവർക്ക് ജപിക്കാവുന്നതാണ്. പിന്നെ ശാസ്താവിനെ പ്രാർത്ഥിക്കുന്നത് നല്ലതാണ്. വെളുത്തവാവിന് ദുർഗയെയും കറുത്തവാവിന് കാളിയെയും ഇവർ പൂജിക്കുന്നത് വളരെ നല്ലതാണ്. വെള്ള, ചുവപ്പ്, അങ്ങനെയുള്ള പച്ച, ഇങ്ങനെയുള്ള വസ്ത്രങ്ങൾ ഇവർക്ക് ഇൻ്റർവ്യൂ മറ്റുള്ള പരീക്ഷകളിലൊക്കെ നേരിടുമ്പോൾ ഇവർ ഉപയോഗിക്കുന്നവർക്ക് നല്ലതായിരിക്കും. ഭാഗ്യമായിട്ടുള്ള ഡ്രസ്സായിട്ടാണ് അതിനെ ഗണിക്കുന്നത്. എന്തെങ്കിലും ഒരു ശുഭകാര്യങ്ങൾ പോകുമ്പോഴും തരത്തിലുള്ള കളറുള്ള വസ്ത്രങ്ങൾ അണിഞ്ഞാൽ ഇവർക്ക് നന്മ തന്നെ വരും. പരോപകാരം ചെയ്യുക. പിന്നെ ഇവർക്ക് മറ്റൊരു സ്വഭാവത്തിലൊരു ദോഷവശം എന്ന് പറഞ്ഞാൽ ഏഷണി പറയുകയോ കള്ളമൊക്കെ പറയുന്നവരൊക്കെ സംസാരിക്കുന്ന കൂട്ടത്തിലാണ്. ആ സുഹൃത്തുബന്ധം മുറിഞ്ഞു പോകാതിരിക്കാൻ വേണ്ടി അവരുടെ ഒത്തൊന്ന് സംസാരിക്കുന്ന ഒരു സ്വഭാവം ഇവർ നിഴലിക്കുന്ന കാണാം. അത് തെറ്റാന്ന് അറിയാം, എന്നാൽ ആ സുഹൃത്തുക്കളെ നഷ്ടപ്പെടാതിരിക്കാനും അല്ലെ അവരുടെ ഒരു ഇഷ്ടക്കേട് വരാതിരിക്കാനും അതിനോട് ഒത്തൊന്ന് സംസാരിക്കാനുള്ളൊരു ഉത്സുകതയും ഇവർ കാണിക്കാറുണ്ട്. പിന്നെ ധാരാളം സുഹൃത്തുക്കളുള്ള വ്യക്തിത്വങ്ങളായിരിക്കും. എല്ലാവരോടും ഇടപഴകി നിൽക്കാനും പെരുമാറാനും ഒക്കെ ഇവർക്ക് സുഹൃത്തുക്കളോട് വളരെ മൈൽഡായിട്ടും നല്ല രീതിയിൽ ഇടപെടാനും ഇവർ കഴിയും. കയ്യിലുള്ള വേണമെങ്കിൽ സാമ്പത്തിക സഹായങ്ങളൊക്കെ വേണം സുഹൃത്തുക്കൾക്ക് ചെയ്യാനും മടി കാണിക്കത്തില്ല, സ്നേഹബന്ധം പോകാതിരിക്കാൻ വേണ്ടി. പിന്നെ വീട്ടിലുള്ളവർക്കും സാമ്പത്തിക സഹായം ചെയ്യാനും എന്തെങ്കിലുമൊക്കെ നന്മകൾ ചെയ്യാനും ഇഷ്ടപ്പെടുന്നവർ തന്നെയാണ്. ആർക്കും സഹായം ചെയ്യാൻ മടിയൊന്നുമില്ല. ഗുരുക്കന്മാർക്കാണേലും ഭവനത്തിലുള്ളവർക്കാണേലും ഇവർ സഹായിക്കാൻ ഭർത്താവിനെയും മക്കളെ ഒക്കെ കൂട്ടിപ്പിടിച്ച് കൊണ്ടുപോകാനും മിടുക്കരായ ഒരു നക്ഷത്രം തന്നെയാണ് പൂയ നക്ഷത്രം. ആത്മാഭിമാനം കൂടിയിരിക്കും. ഒരു നാണക്കേട് വരുത്തുക, നാണം കെടുത്തുക, ഇതൊന്നും ഇവർ സഹിക്കില്ല. ആത്മാഭിമാനം അല്പം കൂടിയ നിലവാരത്തിലുള്ളവരായിരിക്കും പൂയ നക്ഷത്രക്കാർ. അഭിമാനത്തിന് ക്ഷത വെക്കാൻ ഇവർ ഒരിക്കലും അനുവദിക്കത്തില്ല, സമ്മതിക്കത്തില്ല. അതിനേതറ്റം വരെ വേണേലും ഇവർ വഴക്കിടാനും പോവുകയും ചെയ്യും. അങ്ങനെയൊക്കെയുള്ള സ്വഭാവ വൈശിഷ്ട്യമുള്ള ഒരു നക്ഷത്രമാണ് പൂയ നക്ഷത്രം. പിന്നെ ഞാൻ പറഞ്ഞല്ലോ, ഇവർ സുബ്രഹ്മണ്യനെ കൂടുതലായിട്ട് ഭജിക്കുക, ഷഷ്ടിവ്രതം നോക്കുന്നത് നല്ലതാണ്. ഭഗവാന്റെ നാമങ്ങൾ ഉരുവിടുന്ന ജപിക്കുന്നത് നല്ലതാണ്. സുബ്രഹ്മണ്യ ക്ഷേത്രത്തിൽ പോയി പ്രാർത്ഥിക്കുക. പക്കപ്പിറന്നാളിന്, അതായത് എല്ലാ മാസവും നാൾ വരുമല്ലോ, ആ നാളിന് പോയിട്ട് പൂയ നക്ഷത്രത്തിൽ പോയിട്ട് ഭഗവാൻ എന്തെങ്കിലുമൊക്കെ പൂജകൾ നിങ്ങൾ ചെയ്യുന്നത് നല്ലതാണ്. പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം, ഭവനത്തിൽ അഷ്ടഗന്ധം പുകയ്ക്കുന്നത് നല്ലതാണ്. പൂയ എല്ലാ നക്ഷത്രക്കാർക്കും നല്ലതാണ് അത്. അഷ്ടഗന്ധം വാങ്ങി നമ്മുടെ വീടുകളിൽ പുകയ്ക്കുന്നത് നമ്മുടെ നെഗറ്റീവ് എനർജിയെ പോസിറ്റീവ് എനർജി ആക്കി മാറ്റാൻ വളരെ ഗുണകരമാണ്. പിന്നെ നല്ല രീതിയിലാക്കുക. ആരോടും മുൻകോപത്തോടെ ഈശയോടും ദേഷ്യത്തോടും സംസാരിക്കാതിരിക്കുക. ശനിയുടെ അപഹാരം ഉണ്ടെന്ന് പറഞ്ഞാൽ നമ്മൾ സ്വയം നിയന്ത്രിക്കുക. മറ്റുള്ളവരുടെ വേദനിപ്പിക്കരുത് ഹൃദയത്തെ ഒരിക്കലും. നമ്മളും ആ വേദനയ്ക്ക് ഒരിക്കൽ അർഹരാകുന്നതാണ്. അതാണ് പ്രപഞ്ചശക്തിയുടെ ഒരു കഴിവാണത്. നമ്മൾ എന്താണോ വിതയ്ക്കുന്നത് കൊയ്യും എന്നാണല്ലോ അതിൻ്റെ ചൊല്ല്. അപ്പോൾ അതുകൊണ്ട് അത് വളരെ സൂക്ഷിച്ച് വാക്കുകൾ ഉപയോഗിക്കുക. ആരെയും മനസ്സ് വേദനിപ്പിക്കാതിരിക്കുക. എതിർഭാഗത്ത് നിൽക്കുന്നവരോട് കോപശീലത്തോടെ സംസാരിക്കാതിരിക്കുക. ഭവനം കൂട്ടിപ്പിടിച്ച് കൊണ്ടുപോകുക. ഭർത്താവിനെ മക്കളെയൊക്കെ ശ്രദ്ധിക്കുക. നിങ്ങളും പിന്നെ സ്വന്തം ആരോഗ്യകാര്യങ്ങളും ശ്രദ്ധിക്കണം. കാര്യം നിങ്ങൾക്ക് തൊണ്ട സംബന്ധമായ രോഗങ്ങൾ, ഉദര സംബന്ധമായ രോഗങ്ങൾ, സൈനസൈറ്റിസ് പോലുള്ള രോഗങ്ങളൊക്കെ, ഈ തലവേദന, ഇതൊക്കെ നിങ്ങൾക്ക് വരാനുള്ള ചാൻസ് കൂടുതലുള്ള നക്ഷത്രമാണ് പൂയ നക്ഷത്രം. അപ്പം പിന്നെ ഈ പൈൽസിൻ്റെ അസുഖം, അങ്ങനെയൊക്കെയുള്ള അസുഖങ്ങൾ, ഉദര സംബന്ധമായിട്ട് ബന്ധപ്പെട്ട അസുഖമാണല്ലോ അത്. അങ്ങനെയുള്ള രോഗങ്ങളൊക്കെ വരാൻ ചാൻസ് ഉണ്ട്. എപ്പോഴും പിന്നെ നിങ്ങൾക്ക് ആരോഗ്യകാര്യങ്ങൾ എപ്പോഴും സംശയാലുക്കളായിരിക്കും. ഹെൽത്ത് പോയോ, ആരോഗ്യം കുറഞ്ഞോ, അങ്ങനെയൊക്കെയുള്ള സംശയം ഉണ്ടാകുന്നൊരു നക്ഷത്രമാണ്. അതുകൊണ്ട് ആരോഗ്യകാര്യങ്ങൾ ശ്രദ്ധിക്കണം. പിന്നെ കർക്കിടക മാസത്തിൽ നിങ്ങൾ രാമായണം വായിക്കുന്നതും ഭജിക്കുന്നതും വളരെ നല്ലതാണ്. മാംസങ്ങൾ ഉപേക്ഷിച്ച് ഈ കർക്കിടക 30 ഈശ്വരനാമം ജപിച്ച് രാമായണമൊക്കെ വായിച്ചിരുന്നാൽ നിങ്ങൾക്ക് നല്ലത് തന്നെ വന്നു ചേരുന്നതാണ്. ഏറ്റവും കൂടുതൽ നിങ്ങൾ പ്രാർത്ഥിക്കേണ്ട ഓം ബൃഹസ്പതിയെ നമ. പിന്നെ സുബ്രഹ്മണ്യനെയും ഭജിക്കാവുന്നതാണ്. സുബ്രഹ്മണ്യനാണ് ഈ പൂയ നക്ഷത്രത്തിൻ്റെ ഭഗവാന്റെ നക്ഷത്രമാണ്. അപ്പോൾ അതുകൊണ്ട് കൂടുതലായി നിങ്ങളത് ശ്രദ്ധിക്കുക. ഇതൊക്കെയാണ് ഈ നക്ഷത്രത്തെ പറ്റി പറയാനുള്ളത്. അടുത്ത ദിവസം ആയില്യം നക്ഷത്രമായി നമുക്ക് കാണാം. അതുവരെ നന്ദി, നമസ്കാരം.